എൻഗേജ്മെന്റ് വിവാഹം ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 19 വർഷമായി കാസർഗോഡ് ജില്ലയിൽ അള്ളാന്റെ അനുഗ്രഹത്തോടെ ജോലി ചെയ്യാൻ. ഒരാളെയും കുറിച്ച് വേദ പറയില്ല. അവനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ പറയില്ല. ആ പറയുന്നവന് ചീത്ത പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളിങ്ങനെ പൊതുവായിട്ട് പറയാതല്ലാതെ ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേദ പറയൂല. അതൊരു എന്താ പറയാ, അതിപ്പോ വാടക കൊണ്ടാന്ന് പറയാൻ പോലെ ഇല്ലത്, അത് നടക്കൂല. ഇതെല്ലാരെ കുറിച്ചാണ്. എൻഗേജ്മെന്റ് വിവാഹം അലസിപ്പോവുകയാണ്. മനസ്സിലായില്ല? അങ്ങനെ പറഞ്ഞാൽ തിരിയില്ല. സ്റ്റേജിലിരിക്കുന്ന കുട്ടികൾക്കൊക്കെ തിരിയായിരിക്കും. എന്താ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാല് പറഞ്ഞുറപ്പിക്കാം. ഒരു മൊബൈൽ സെറ്റും കൊടുത്തിട്ട് കല്യാണം ഉറപ്പിച്ചു. പിന്നെ വിവാഹം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹമാകുമ്പോഴത്തേക്ക് ചിലത് വിവാഹത്തിന് മുമ്പേ ചീറ്റിപ്പോവുകയാണ്. കാരണം എന്താ പറയാ, ഇവന്റെ ഭയങ്കര വളപോളോട് ഓന്റെ പോത്തർച്ചിന്റെ നെയ്ച്ചോറിന്റെ കളവ് മുഴുവനും. അതാ ഞാൻ പറഞ്ഞ, ഈ പോത്തർച്ചി കളപ്പാണ് എന്നെ കുറിച്ചാ പറഞ്ഞെന്ന് ചോദിക്കുന്ന ചോദ്യമല്ലേ, പോത്തർച്ചി കളപ്പാണ്. അതേപോലെ ഇവന്റെ വളവ്, ഇവന്റെ ദേഷ്യം മുഴുവനും അവളോട് പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോ മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളുമായി ഒരു പുരുഷനെ ആഗ്രഹിച്ചു കൊണ്ട് കാത്തിരുന്ന പെണ്ണിന്റെ മനസ്സിന് മുറിവേൽക്കും. എനിക്ക് ഇവനെ വേണ്ട എന്നാകും. കല്യാണത്തിന് മുമ്പ് തന്നെ പറയും വേണ്ടാന്ന്. ചിലപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ, അവൾ ടൗണിൽ പോകുന്നു, അവൾ പലപ്പോഴും ടൗണിൽ കറങ്ങുന്നു, ദീർഘകാലം നിരീക്ഷണ വിധേയമാക്കുമ്പോൾ അവന് തോന്നുന്നു അവളെ വേണ്ട എന്ന്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പാറപ്പുറത്തു തകർന്നു വീഴുന്ന പളുങ്ക് പാത്രങ്ങൾ പോലെ തകർന്നു വീഴുന്നു. ഉറങ്ങാത്ത രാവുകൾ ഞാൻ അവളെ വല്ലാതെ സ്നേഹിച്ചിരുന്നു ഉസ്താദേ, മോഹിച്ചിരുന്നു ഉസ്താദേ. കാലങ്ങളോളം അവൾക്ക് വേണ്ടി ഞാൻ സ്വപ്നങ്ങൾ നേടിയിരുന്നു. ഇപ്പോൾ അവൾക്ക് എന്നെ വേണ്ട എന്ന് പറയുകയാണ്. എന്തെങ്കിലും ഉറക്കോ തകടിയിട്ടുണ്ടോ ഉസ്താദേ? അതെനിക്കറിയില്ല, നമ്മളോടൊന്നും ചോദിക്കേണ്ടി നോക്കണം. എൻഗേജ്മെന്റ് വിവാഹങ്ങൾ, പറഞ്ഞുറപ്പിക്കുന്ന വിവാഹങ്ങൾ, ചിലത് കല്യാണത്തിന് മുമ്പ് മുറിഞ്ഞു പോവുകയാണ്. വേറെ ചില കല്യാണങ്ങൾ എന്റെ വക പറയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാം. 6 മാസമോ 1 കൊല്ലമോ കഴിഞ്ഞിട്ട് നടക്കുന്ന വിവാഹങ്ങൾ, വിവാഹം കഴിഞ്ഞാൽ 2-3 കൊല്ലങ്ങൾക്കിടയിൽ സുബ്ഹാനല്ലാഹ് ഡൈവേഴ്സായി പോകുന്നു, തലാഖായി പോകുന്നു. കാരണം ഒരു 6-7 മാസക്കാലം ഇവളുമായുള്ള സംസാരങ്ങളും ശൃംഗാരങ്ങളും ഇടതടവില്ലാതെ രാവും പകലും തുടർന്നുകൊണ്ടേയിരുന്നു അല്ലെ? എൻഗേജ്മെന്റിന്റെ ആ വിവാഹത്തിന്റെ നേരം വരെ ഇടതടവില്ലാതെ ശൃംഗാരങ്ങളും സല്ലാപങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. നട്ടപ്പാതിരാ നേരവും നട്ടുച്ചയും ഒരേപോലെ, പ്രഭാതവും പ്രദോഷവും ഒരേപോലെ, ഒരേ ശൃംഗാരങ്ങളാണ്, ഒരേ സല്ലാപങ്ങളാണ്. മോഹങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പ്രതീക്ഷകളും പരസ്പരം കൈമാറിയുള്ള ആ ശൃംഗാരങ്ങൾ, സല്ലാപങ്ങൾ അവസാനിച്ചേയില്ല, നിലച്ചേയില്ല, മുറിഞ്ഞേയില്ല. കല്യാണം കഴിഞ്ഞ് അങ്ങനെ വല്ലാതെ സംസാരിക്കാൻ കഴിയോ? അറിയില്ല. മനസ്സിലായില്ല? എന്റെ കൂടെ തന്നെ ഉണ്ടാകൂല. ചിലപ്പോൾ പെണ്ണാഗ്രഹിക്കും നേരത്തെയുള്ള അതേ സല്ലാപം, ചിലപ്പോൾ പുരുഷനാഗ്രഹിക്കും അതേപോലെയുള്ള സല്ലാപം. ശരിക്കും എന്റെ കൂടെ ഉണ്ടാകണേ. 2 ഭാഗത്തു നിന്ന് അവരെ മോഹങ്ങളും ആഗ്രഹങ്ങളും സഫലമാകാതിരിക്കുമ്പോ അതാ ത്വലാഖിലേക്ക് നീങ്ങുന്നു. മലബാറിലെ മുസ്ലിമീങ്ങൾ തിങ്ങിത്താമസിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കുടുംബ കോടതികളിൽ ഈ കേസുകൾ കൂടിക്കൂടി വരികയാണ്. അവസാനം കുടുംബ കോടതിയിൽ ഇരിക്കുന്ന ആ ഒരു സിറ്റിംഗ് ഉണ്ട്. പള്ളിയിലെ ഉസ്താദ്, കന്യാസ്ത്രീ, അതേപോലെ തന്നെ വേദപണ്ഡിതന്മാരായ ഹൈന്ദവ സഹോദരന്മാരിലുള്ള സന്യാസിമാര്, ഇവരെല്ലാം കൂടിയിരിക്കുന്ന സദസ്സിൽ വെച്ച് ഈ പെണ്ണിനോട്, അല്ല മോളെ നിങ്ങളുടെ കല്യാണം എങ്ങനെയായിരുന്നു, ചെറുപ്പക്കാരനോട് നിങ്ങൾ എങ്ങനെയാ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാരൻ പറയുന്നു എൻഗേജ്മെന്റ് വിവാഹമായിരുന്നു, മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പറഞ്ഞുറപ്പിച്ചിരുന്നു, മാസങ്ങളോളം ഞങ്ങൾ ടെലിഫോണിലൂടെ ശൃംഖരിച്ചിരുന്നു. ആലോചിച്ചു നോക്കൂ, ഇവിടെയും വില്ലനായി വരുന്നത് മൊബൈലാ. ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ, പക്വതയെത്താത്തവരെ കയ്യിലേക്ക് നാം മൊബൈൽ ഏൽപ്പിക്കല്ലേ. കല്യാണം പറഞ്ഞുറപ്പിച്ചാൽ, പെണ്ണിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്തിട്ട് അവളുമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന സ്വഭാവം പോഷണമേ അല്ല. പെണ്ണിന്റെ ശബ്ദം ഔറത്തല്ല. അത് മനസ്സിലാക്കിയിട്ട് അവളോട് ശൃംഖരിക്കാൻ പറ്റുമോ? നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, വിവാഹം കഴിഞ്ഞിട്ടില്ല. നമുക്കാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, കല്യാണത്തിനു ശേഷം ശൃംഗാരമില്ല. വിവാഹം കഴിഞ്ഞാൽ പിന്നെ മീശയും പിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കല, ഊതി ഉറപ്പിച്ച വരൂണ് പോലെ. ഭാര്യയോട് ശൃംഗാരോ സല്ലാപോ ഒന്നുമില്ല. പിന്നെ അവളാ ഒളിച്ചോടുന്നത്. ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് പറയാം.
അവളെ ഒളിച്ചോടിപ്പോകുന്ന പെണ്ണിന്റെ പിന്നിലുള്ള ഒളിച്ചോടിപ്പോകുന്ന പെണ്ണിന്റെ സങ്കടം എന്താണ്? ഒളിച്ചോടിപ്പോകുന്ന പെണ്ണിന്റെ സങ്കടം എന്താണ്? ഭർത്താവിൽ നിന്ന് വേണ്ടത്ര ശൃംഗാരങ്ങളും സല്ലാപങ്ങളും സംസാരങ്ങളും ഇല്ല, അതില്ല. പിന്നെന്താ ഉള്ളത്? എന്തോ ചില നിർണിത ബന്ധങ്ങൾ മാത്രം.